ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് ഒരു ബാനർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ബേസിക് കാര്യമായിരിക്കും. സോ അതിന് വേണ്ടി ഒരു ഡിസൈനറെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് ഫോട്ടോഷോപ്പിലെ ബേസിക് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ആഡ് വൃത്തിയായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഈ ഒരു ആഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടോ, ഇതിനുള്ളിൽ മലയാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, മലയാളം നമ്മുടെ ലോക്കൽ അഡ്വർടൈസ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആളുകൾ കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും. സോ അങ്ങനെ ഒരു പ്രത്യേകതയാണ് മലയാളത്തിന്. പക്ഷെ ഒട്ടുമിക്ക പേർക്കും മലയാളം എങ്ങനെയാണ് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിൽ പേസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം അറിയില്ല. കാരണം അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് വർക്കാവില്ല. നമുക്ക് ആദ്യം ഇതൊന്നും മലയാളം നോർമലി ആൾക്കാർ പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നോക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് മലയാളം ടൈപ്പിംഗ് ടൂൾ, ഗൂഗിളിൻ്റെ മലയാളം ടൈപ്പിംഗ് ടൂൾ നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തുകൊണ്ട് റൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. മലയാളം ഇങ്ങനെ മലയാളം മംഗ്ലീഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടൂളായിരിക്കുന്നതായിരിക്കുന്നു. അതിനുശേഷം പരീക്ഷിച്ച് നോക്കുക എന്നുള്ളൊരു വേർഡ് ഞാൻ കോപ്പി ചെയ്ത് ഞാനൊരു ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിൽ ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. റൈറ്റ് ചെയ്ത് ഇവിടെ കറക്റ്റാണ്, പക്ഷേ ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിൽ അത് വരില്ല. കാരണം ഇതിൻ്റെ ഫോണ്ട് ടൈപ്പ് ഡിഫറെൻ്റ് ഉണ്ട്, അതിൻ്റെ ഫോർമാറ്റിംഗ്. സോ നമുക്കിത് ചെയ്യാൻ പോകുന്ന കാര്യം, ഈ ഒരു ഇത് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിന് കമ്പാക്റ്റബിൾ ആക്കാം. അതിനായിട്ട് ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് കുട്ടി പെൻസിൽ എന്നൊരു ടൂളുണ്ട്. ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂൾ, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. kuttipencil.in/google പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ കോപ്പി ടു FML സീരീസ്. FML സീരീസ് ആണ് ഫോട്ടോഷോപ്പിൽ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ഫോണ്ട് കൺവേർട്ടായി. ഇനി നമുക്കത് കോപ്പി ചെയ്യാം. ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ സിസ്റ്റത്തിൽ ഞാൻ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ടാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ ML സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഫോണ്ട്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. FML TT ഇന്ദുലേഖ ഹെവി ബോൾഡ്, ഈ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇന്ദുലേഖ ബോൾഡും ആതിര ബോൾഡും ഇന്ദുലേഖ ഹെവി ബോൾഡൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇന്ദുലേഖ ഹെവി ബോൾഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ ഫോണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്താലാണ് ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഇവിടെ ഫോണ്ട് ഡ്രോപ്പ് ഡൗണിൽ വരികയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബോൾഡ് ഒറിജിനൽ ഫോണ്ടായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് മലയാളത്തിൽ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അത് മംഗ്ലീഷ് തന്നെ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടി പെൻസിലിൻ്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ്ലി ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിൽ ഉപയോഗിക്കാം. ഒരു അഡ്വർടൈസ്മെൻറ്റ് ബാനർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് നോക്കണം. കാരണം ഗൂഗിളിൽ നിശ്ചിത ഒരു സൈസിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, ഫേസ്ബുക്കിലാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾസാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. 160 വിഡ്ത്തിൽ 600 ഹൈറ്റിലുള്ളൊരു ഡോക്യുമെൻ്റാണ് കാണുന്നത്. അതുപോലെ 300x250 ഒരു ഇമേജ് ഇങ്ങനെ കാണുന്നു. 300x250 വേറെ, 728 വിഡ്ത്തിൽ 990 ഹൈറ്റിൽ. ഇങ്ങനെയാണ് ഡോക്യുമെൻറ്റ് സൈസ് പറയുന്നത് ഗൂഗിളിലെ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നോർമലായിട്ട് 1080 സ്ക്വയർ പിക്ചറാണെന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 1080 എന്ന് പറയുന്ന പിക്സൽ നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം. അതിനായിട്ട് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റിൽ വന്നതിന് ശേഷം ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക, ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു സൈസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 1080 എന്ന് കൊടുക്കുന്നു. പിക്സലാണ്, അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, പിക്സലാണ്, ഇഞ്ചാണ് മാറിക്കെടുക്കുന്നത്. പിക്സലാണ് നമ്മൾ വെബ് ഡോക്യുമെൻറ്റ് മിക്കത് ഉപയോഗിക്കുക. എന്നിട്ട് റെസൊല്യൂഷൻ നോർമലി 100 താഴെ എടുക്കുന്നു, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ഡോക്യുമെൻറ്റ്, അതിൻ്റെ ഡാറ്റാസ് ഒന്നുമില്ല. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് കാര്യം ചെയ്യാം. ഫോട്ടോഷോപ്പിൽ പെയിൻറ്റ് ബക്കറ്റ് കണ്ടോ, നമുക്കത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കളർ സെലക്ട് ചെയ്തിട്ട് ഒരു യെല്ലോ കളർ നമുക്ക് തൽക്കാലം കൊടുക്കാം. അപ്പോൾ അത് യെല്ലോ കളറായി. ഇനിയിപ്പോൾ അത് ഗ്രേഡിയൻറ്റ് ചെയ്യണമെങ്കിൽ അതുമ്പോൾ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റ് ടൂളുണ്ട്. നമുക്ക് ഇതുമ്പോൾ കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ 2 പിക്കർ കൊടുത്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രേഡിയൻറ്റിൽ ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതിലൊരു ടൈറ്റിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ മലയാളം ടൂൾ വരികയാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്യണം, ഇനി വീട്ടിൽ ഇതെന്നും. ഓക്കെ, മലയാളത്തിൽ ഞാൻ ടൈപ്പ് ചെയ്തു, ഇത് കോപ്പി ചെയ്തു, കുട്ടി പെൻസിലിലേക്ക് വന്നു, ഞാനതവിടെ പേസ്റ്റ് ചെയ്തു, കൺവേർട്ട് ചെയ്യുന്നു, കോപ്പി ടു FML സീരീസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുള്ളിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്യുന്നു, തിരിച്ചിവിടെ വരുന്നു, പേസ്റ്റ് ചെയ്തു. ഞാൻ ആ ഫോണ്ട് സൈസ് കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നമുക്കിവിടെ ഇതിൽ നിന്ന് ഫോണ്ട് സൈസ് കുറയ്ക്കാം. ഞാൻ തൽക്കാലം ഒരു ചെറിയൊരു സൈസിലേക്ക് ഇടുന്നു. ഇനി വീട്ടിലിരുന്നും സാധനങ്ങൾ വാങ്ങാം. ഇനി ഞാനതൊന്ന് സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ ആക്കണം. നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ സെൻറ്റർ ആക്കണമെങ്കിൽ എങ്ങനെ ചെയ്യുന്നു, നമ്മൾ അതുമൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് അതിന് സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ സെലക്ഷനിലേക്ക് വരും. നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പൊസിഷൻ ചെയ്യാം. ഇനി ഞാനത് സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ കളർ ഇന്ന് ചേഞ്ച് ചെയ്യണമെന്നായിരിക്കും. എനിക്ക് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻ്റ് കളർ ചേഞ്ച് ആയി, കണ്ടോ. ഇനി നമുക്കൊരു പിക്ചർ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പിക്ചർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിളിൽ നമ്മളൊരു പിക്ചർ എടുക്കുന്നതാണ്, ഞാനത് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യുന്നു.
അത് ഹോൾഡ് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് കൊണ്ടിട്ടു. ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒബ്ജക്റ്റ് ടൂള് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ടൂള് നോക്കുക, സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റ് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സെലക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇതാണ് സെലക്ട് ആയി നിൽക്കുന്നത്. എനിക്ക് അതിൻ്റെ പുറത്തുള്ളതാണ് സെലക്ട് ആവേണ്ടത്. അതിനായിട്ട് ഞാൻ സെലക്ട് ഇൻവേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനുശേഷം ഈ ലോക്ക് ഡോക്യുമെൻറ്റ് കളഞ്ഞാലാണ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് തൊടുക. അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയി. അപ്പോൾ നമ്മൾക്ക് ഞാൻ സെലക്ട് ചെയ്യാം. സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഡീസെലക്ട് കൊടുക്കാം. എന്നിട്ട് മൂവ് ചെയ്യുന്ന ഈ ടൂള്, ആദ്യത്തെ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്നുകൂടി ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഡ്രോപ്പ് ചെയ്യാം. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതുമേ Ctrl+T അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ട്രാൻസ്ഫോം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇനി നമുക്ക് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡ്രാഗ് ചെയ്യാം, സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വലുതാക്കാം. അപ്പോൾ നമ്മളതങ്ങനെ പൊസിഷൻ ചെയ്തു. ഇനി വീട്ടിലിരുന്നുകൊണ്ടും സാധനങ്ങൾ വാങ്ങാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് iOS ഐക്കണും കൂടി ഇവിടെ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗൂഗിളിൽ വന്നതിന് ശേഷം ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോറിലൊക്കെ PNG എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് PNG ഫയൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഇനി ഇത് ഡ്രാഗ് ചെയ്തിട്ട് വീണ്ടും നമുക്കിവിടെ ഒരു ഡോക്യുമെൻറ്റിൽ കൊണ്ടിടാം. ഇതൊരു PNG ഫയൽ അല്ല ആക്ച്വലി. അപ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് എന്തോ ഉണ്ട്, PNG പോലെ ഇരിക്കണമെന്നുള്ളപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു, ഇതും ഞാൻ ലോക്ക് ചെയ്യുന്നു. ഈ ഇമേജ് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന മിക്കതും ഇൻഡെക്സ്ഡ് കളറാണെങ്കിൽ RGB കളറിലേക്ക് മാറ്റുക. എന്നാലാണ് നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റുള്ളൂ. ഞാനത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റിലൂടെ കൊണ്ടിടുക. എന്നിട്ട് അത് Ctrl+Z അടിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫ്രീ ട്രാൻസ്ഫോം ചെയ്യണം അതിൻ്റെ പൊസിഷൻ. എന്നിട്ട് എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ പൊസിഷൻ ചെയ്യാം. ഇടയിൽ എന്തുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റബ്ബർ ടൂളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാജിക് എന്ന് പറഞ്ഞൊരു സെലക്ഷൻ ടൂളുണ്ട്. ഒരേപോലുള്ള ഏരിയ സെലക്ട് ആവും. നമ്മൾ സെലക്ട് ചെയ്യാം, അത് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബാനർ സെലക്ട് ആവാൻ ചെയ്തു. ഇനി നമുക്കിതൊക്കെ ഒരു ലെയറായിട്ട് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, നമ്മളിത് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി അതുപോലെ ഈ ഫോണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഫോണ്ട് സെലക്ട് ചെയ്യാൻ നമുക്കത് മൂവ് ചെയ്യാം. ഇനി അതുപോലെ പുതിയൊരു ഫോണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോഷോപ്പ് സാധാരണ ഡോക്യുമെൻറ്റിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഫോണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ലെയറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് താഴെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടാൽ മതി. കുറച്ചുകൂടി ടൂൾസ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഈസി ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഫോണ്ടിന് ഇനി ഒരു ഔട്ട്ലൈനൊക്കെ വേണമെന്നായിരിക്കും. അപ്പോൾ നമ്മളിതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു കളർ വന്നു കണ്ടോ. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് ആയി ആ ഒരു ഡോക്യുമെൻറ്റ്. ഇനി അതിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേഞ്ച് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം ഞാൻ ഡാർക്ക് തന്നെ സെറ്റ് ചെയ്യുന്നു. ഇനി അത് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കേണ്ട കാര്യങ്ങളുള്ളൂ കണ്ടോ. അത് സൈസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനനുസരിച്ച് അപ്പോൾ അതിന് കുറച്ചുകൂടി ഹൈലൈറ്റ് വന്നു. ഇനി ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും ഇമേജ് കൊണ്ടുവന്നിടാം. ഇനി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി അതിനുള്ളിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് വിചാരിക്കും. നമുക്കിതിന് വേറൊരു തിരിച്ച് ഞാൻ പെയിൻറ്റ് ബക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ആ യെല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ടായി. സോ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ട് 1-2 ടൂൾസ് കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ ബെറ്റർ ആയിരിക്കും. അത് ഞാൻ പറയാം. ഒന്നാമതായിട്ട് ഇറേസർ ടൂളുണ്ട്. നമുക്കിതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇറേസർ ടൂൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ടൂൾ എന്തിനൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ കൊണ്ടുപോയിക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ അത് തൽക്കാലം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൻ്റെ ലെയറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നൊരു ഏരിയ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിങ്ങനെ മാച്ച് കളയാൻ പറ്റും. ഈ മാച്ച് കളയുന്ന ഈ ഒരു സർക്കിളിൻ്റെ സൈസ് എനിക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതിനനുസരിച്ച് എനിക്ക് എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. പിന്നെ അടുത്തായിട്ടുള്ളൊരു ടൂൾ ഓപ്ഷൻ ഉപകാരമുള്ളത് ക്രോപ്പ് ടൂളാണ്. ക്രോപ്പ് നമുക്ക് എല്ലാ മൊബൈൽ ആപ്സിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ. നമുക്കിത് എന്തെങ്കിലും ആവശ്യത്തിന് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ക്രോപ്പ് ചെയ്യുക, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോപ്പ് ആവും. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ബാനർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടൊരു എസെൻഷ്യൽ നോളജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്.